ഒരു വൃത്തത്തിലെ ചാപത്തിന്റെ കേന്ദ്രകോണും ആ ചാപത്തിന്റെ എതിർകോണിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിന്റെ കോണും തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുന്ന ചോദ്യമാണ് പേജ് 36-ലെ രണ്ടാമത്തെ ചോദ്യം. ചോദ്യം വായിച്ചു നോക്കൂ. ഒരു കമ്പി രണ്ടായി മടക്കി അതിന്റെ മൂല ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ വെച്ചപ്പോൾ വൃത്തത്തിന്റെ 1/10 ഭാഗം അതിന് ഉള്ളിൽപ്പെട്ടു. അതാണ് ഒന്നാമത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഒരു കമ്പിയെ രണ്ടായി മടക്കി, അപ്പോൾ ഒരു കോണായി മാറി. അതിന്റെ മൂല വൃത്ത കേന്ദ്രത്തിൽ വെച്ചു. അപ്പോൾ വൃത്തത്തിന്റെ 1/10 ഭാഗം ഈ കോണിന് ഉള്ളിൽപ്പെട്ടു. ഇതേ കമ്പിയുടെ മൂല വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ചേർത്ത് വെച്ചാൽ വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് അതിനുള്ളിലുണ്ടാവുക? ഇനി ഇതേ കമ്പിയുടെ ആ മൂല വൃത്തകേന്ദ്രത്തിൽ നിന്ന് മാറ്റിയിട്ട് വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ കൊണ്ടുവച്ചു. അപ്പോൾ വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് ഈ കമ്പിയുടെ ഉള്ളിൽ ഉണ്ടാവുക എന്നാണ് ചോദ്യം. മറ്റേതെങ്കിലും വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ ചേർത്ത് വെച്ചാലോ? ഇനി നമ്മൾ വേറൊരു വൃത്തം എടുത്തു. ഇവിടെ ഒരു ചെറിയ വൃത്തം എടുത്തു. അതിലേക്ക് എന്ത് ചെയ്തു? ഈ കമ്പിയെ വളച്ചത് കൊണ്ടുപോയി വൃത്തബിന്ദുവിൽ കൊണ്ടുവച്ചു. ഓക്കെ. അപ്പോൾ ആ ചെറിയ വൃത്തത്തിൽ എത്ര ഭാഗം നമ്മുടെ ഈ കോണിന്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ടാവും? അതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിച്ചാലോ? അപ്പോൾ 3 ഘട്ടമായാണ് നമ്മൾ ചെയ്യുന്നത്. ഓരോ ചിത്രത്തിനും ഓരോ ഘട്ടം. അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ കമ്പി മടക്കിയ കോണ് കണ്ടെത്തുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോണ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. നമുക്കറിയാം വൃത്തത്തിന്റെ കേന്ദ്രത്തിലെ ആകെ കോണ് 360 ഡിഗ്രിയാണ്. ഇനി ഇവിടെ ഈ വളച്ച കമ്പി കേന്ദ്രത്തിൽ വെച്ചപ്പോൾ വൃത്തത്തിന്റെ 1/10 ഭാഗം ഉള്ളിൽപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ വൃത്തം മൊത്തമായി പെടുകയാണെങ്കിൽ 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 1/10 ഭാഗമാണ് ഇപ്പോൾ പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ കമ്പിയുടെ കോണ്, അതായത് കേന്ദ്ര കോണ് എത്രയായിരിക്കും? 360ന്റെ 10-1 ഭാഗം. അതായത് 1/10 ഇൻറ്റു 360. അതെത്രയാണ്? 36 ഡിഗ്രി. അപ്പോൾ ഈ ചിത്രത്തിൽ നോക്കൂ, കമ്പി കേന്ദ്ര കോണുമായി ഉണ്ടാക്കുന്ന കോണ് 36 ഡിഗ്രിയാണ്. ഇനി രണ്ടാമത്തെ ചിത്രത്തിലേക്ക് പോയാലോ? രണ്ടാമത്തെ ചിത്രം നോക്കൂ. അതിൽ മടക്കിയ കമ്പിയുടെ മൂലയെ വൃത്തബിന്ദുവിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് എന്താണ് ശ്രദ്ധിക്കാനുള്ളത്? ആ കോൺ എത്രയായിരിക്കുമെന്ന് അറിയണം. ആ കോൺ എത്രയായിരിക്കുമെന്ന് നോക്കിയാലോ? ഇവിടെ കമ്പിയുടെ മൂല വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ വെക്കുമ്പോൾ അത് വൃത്തത്തിലെ ഒരു കോണായിട്ട് മാറും.
ഇനി കമ്പിക്ക് മാറ്റമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ കോണ് ഇപ്പോഴും എന്തായിരിക്കും? 36 ഡിഗ്രി തന്നെ ആയിരിക്കും. ഇനി ഈ കമ്പിയുടെ കോണ് 36 ഡിഗ്രി ആണെങ്കിൽ ഈ കോൺ സ്ഥിതി ചെയ്യുന്ന ചാപത്തിന്റെ എതിർ ചാപം, അതിന്റെ കേന്ദ്രകോൺ കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന തത്വം എന്താണ്? വൃത്തത്തിലെ ഒരു കോൺ അതിന്റെ എതിർ ചാപത്തിന്റെ കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും. അതായത് എതിർ ചാപത്തിന്റെ കേന്ദ്രകോണ് ഈ ചാപത്തിലെ കോണിന്റെ 2 മടങ്ങായിരിക്കും. അപ്പൊ ഇവിടെ എതിർ ചാപത്തിന്റെ കേന്ദ്രകോൺ എന്ന് പറഞ്ഞാൽ 2 × 36, അപ്പോ 72 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. ഇനി ചാപത്തിന്റെ കേന്ദ്രകോൺ 72 ഡിഗ്രി ആണ് എങ്കിൽ വൃത്തത്തിന്റെ 72/360, അതായത് 1/5 അത്രയും ഭാഗമാണ് എന്തുണ്ടാവുക? നമ്മുടെ ഈ കമ്പിയുടെ ഇടയിൽ വന്നിട്ടുണ്ടാവുക. അപ്പൊ കമ്പിയുടെ ഇടയിലുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗമാണ്. ഈ ഭാഗം 1/5 ആണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തെ ഭാഗം എന്താണ്? മൂന്നാമത്തെ ചോദ്യം, മറ്റേതെങ്കിലും വൃത്തത്തിൽ ഈ മടക്കിയ കമ്പിയുടെ മൂല കൊണ്ടുപോയി വെച്ചാൽ എന്ത് സംഭവിക്കും? അപ്പൊ ഇവിടെ ഒരു ചെറിയ വൃത്തത്തിൽ നമ്മുടെ മടക്കിയ കമ്പിയുടെ മൂല കൊണ്ടുപോയി വെക്കുകയാണ്. ഇവിടെ കമ്പിയിൽ മാറ്റമൊന്നുമില്ല, അതുകൊണ്ട് ഈ കോണിന് മാറ്റം ഉണ്ടാവില്ല. അപ്പോ വൃത്തത്തിലെ ബിന്ദുവിന്റെ കോണിൽ മാറ്റമില്ലാത്തതിനാൽ എതിർ ചാപത്തിന്റെ കേന്ദ്രകോണിലും മാറ്റമുണ്ടാവില്ല. അതായത് 72 ഡിഗ്രി തന്നെ ആയിരിക്കും. 72 ഡിഗ്രി ആണെങ്കിൽ വൃത്തത്തിന്റെ 72/360, അതായത് 1/5 ഭാഗം തന്നെ ആയിരിക്കും ഈ കോണിനുള്ളിൽ ഉണ്ടാവുക. ഓക്കെ. അതായത് വൃത്തത്തിന്റെ വലിപ്പം മാറിയാലും കമ്പിയുടെ കോണിന് മാറ്റം വരുന്നില്ല. കൂടാതെ മറ്റേതൊരു വൃത്തത്തിൽ വെച്ചാലും എതിർ ചാപത്തിന്റെ കേന്ദ്രകോണ് 72 ഡിഗ്രി ആയിരിക്കും. അതിൽ നിന്നും ഈ പുതിയ വൃത്തത്തിന്റെയും 1/5 ഭാഗം തന്നെ ആയിരിക്കും ഈ വളച്ച കമ്പിയുടെ ഉള്ളിൽ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കാം. ഓക്കെ. അപ്പോൾ വളച്ച കമ്പി ആദ്യം കേന്ദ്രത്തിൽ വെച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ വളച്ച കമ്പിയുടെ കോണ് കണ്ടുപിടിച്ചു. ഇനി അതിനെ വേറൊന്നും ചെയ്യുന്നില്ല, അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിലിനി വേറെ മാറ്റങ്ങളൊന്നും വരുത്താത്തത് കൊണ്ട് ആ കോണ് മാറുന്നില്ല. ആ കേന്ദ്രം ഇനി എന്ത് ചെയ്തു? അതിനെ വൃത്തത്തിന്റെ മൂലയിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? വൃത്തത്തിന്റെ കുറച്ചുകൂടി ഭാഗം എന്ത് ചെയ്യും? ഉള്ളിലേക്ക് വരും. ഓക്കെ. ഇനി ഇതേ സാധനം തന്നെ നമ്മൾ വേറെ വൃത്തത്തിലെ ബിന്ദുവിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാലും ആ വൃത്തത്തിന്റെ 1/5 ഭാഗം അത് എന്തായിരിക്കും? ഉള്ളിൽപ്പെടും. ഓക്കെ. അതായത് വൃത്തത്തിന്റെ 1/5 ഭാഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫിക്സ് ആയിരിക്കും. ഇപ്പൊ വലിയ വൃത്താണെങ്കിൽ എന്താണ്? ഇപ്പൊ നമുക്ക് ചുറ്റളവ് എന്താണ്? ചുറ്റളവ് 100 100ഉള്ള ഒരു വൃത്തം ഉണ്ട് വിചാരിക്കുക. ആ വൃത്തത്തിന്റെ 1/5 എന്ന് പറഞ്ഞാൽ 20 ആണ്. ഇനി 50 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു വൃത്തമാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ 1/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ്. ആ അളവ് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഭാഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? തുല്യമായിരിക്കും.
ഓക്കെ, അതാണ് ഈ ചോദ്യത്തിൽ നിന്നും മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ഈ പാഠഭാഗത്തിൽ ആദ്യ ഭാഗത്ത് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങളും വൃത്തകേന്ദ്രം, അതിലുണ്ടാവുന്ന കേന്ദ്രകോണ്, പിന്നെ എതിർ ചാപത്തിലുള്ള ഒരു ബിന്ദുവിലെ കോണ്, ആ തമ്മിലുള്ള ബന്ധം വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.